ഈ SIRൽ തന്നെയാണ് കേരളം മൊത്തത്തിൽ നിൽക്കുന്നത്. മറ്റൊന്ന് നമുക്കറിയാവുന്നതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അന്വേഷിച്ച് ഉള്ള യാത്രയും. ഏതായാലും സുപ്രീം കോടതിയിൽ കേരളം SIRൻ്റെ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം നടത്തിയിരിക്കുന്നു എന്നുള്ള കാര്യം ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് കേരളത്തിന് പിഴയിടണം എന്നാണ് മലയാള മനോരമയുടെ 1-ാം പേജിൽ തലക്കെട്ട്. കാരണം SIR എതിർപ്പിന് പിന്നിൽ രാഷ്ട്രീയമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കാനിരിക്കെ ഈ കാര്യങ്ങൾ അവർ കോടതിയുടെ സമയം ദുരുപയോഗം ചെയ്യും എന്നുള്ള തരത്തിലേക്ക് കമ്മീഷൻ ഈ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. തമിഴ്നാട്ടിലും ബംഗാളിലും രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടെയാണ് ഇത്തരത്തിൽ ഈ SIRനെതിരെ നിലപാടെടുക്കുന്നത്. അതിൽ രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള SIRൻ്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ള ചില വെളിപ്പെടുത്തലുകളുണ്ടല്ലോ, അത് ഈ സംസ്ഥാനങ്ങളെ സ്വാധീനിച്ചു എന്നുകൂടി കമ്മീഷൻ പറയുന്നതാണ് ഇന്നത്തെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. ഇന്ന് മലയാള മനോരമയുടെ 1-ാം പേജിൽ തലക്കെട്ടിൽ തന്നെ അത് വളരെ പ്രാധാന്യത്തോടുകൂടെ നൽകിയിരിക്കുന്നു. അതിൽ കൃത്യമായി പറയുന്നുണ്ട്, BLOമാരുടെ ജീവനൊടുക്കിയ സംഭവം അടക്കം ഒരു നിക്ഷിപ്ത താല്പര്യത്തോടുകൂടെ സംസ്ഥാന സർക്കാർ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. ഏതായാലും ഇത് പറയുന്ന സാഹചര്യത്തിൽ ബംഗാളിൽ ഇന്നലെ വലിയ രീതിയിലുള്ള പ്രൊട്ടസ്റ്റ് BLOമാർ നടത്തി എന്നുള്ളതും കൂടെ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി തന്നെ രാജ്യം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതും കൂടിയാണ്. ഏതായാലും സുപ്രീം കോടതിയിൽ ഹർജികൾ ഇന്ന് വീണ്ടും പരിഗണിക്കാനിരിക്കെ എന്തായിരിക്കും ഈ കാര്യത്തിൽ കോടതി എങ്ങനെ ഇതിനെ നോക്കിക്കാണും എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ വാർത്ത എല്ലാ പത്രങ്ങളിലും വലിയ പ്രാധാന്യത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ മലയാള മനോരമയുടെ 1-ാം പേജ് നമ്മൾ എടുത്ത സ്ഥിതിക്ക് ഏതായാലും അതിലെ 2 വാർത്തകൾ കൂടെ പറയാം. കാരണം അതിലൊരു കൗതുക വാർത്തയാണ്. അതായത് പാർലമെൻറ്റ് വളപ്പിൽ തെരുവുനായുമായി രേണുക ചൗധരി എന്ന് പറഞ്ഞ് 1-ാം പേജിൽ മനോരമ മറ്റൊരു വാർത്ത നൽകിയിരിക്കുന്നു. ഇത് പാർലമെൻറ്റ് വളപ്പിലേക്ക് എത്തിയ കോൺഗ്രസ് MP രേണുക ചൗധരിയുടെ കാറിനുള്ളിൽ നായ. ഇത് കടിക്കുന്നവർ പാർലമെൻറ്റിനുള്ളിലാണ് എന്ന പരാമർശവും അവരുടേത് വിവാദമായി. ഇത് നടപടി പാർലമെൻറ്റിൻ്റെ മര്യാദയ്ക്ക് ചേർന്നല്ലെന്ന് BJP MPമാർ പ്രതിഷേധിച്ചു. ഇത് വഴിയിൽ അലഞ്ഞു തിരിഞ്ഞിരുന്ന നായയെ താൻ വാഹനത്തിൽ കയറ്റിയതാണ്. പക്ഷേ ഇത് പ്രോട്ടോകോൾ സംബന്ധിച്ചും അവിടുത്തെ കുറേ സുരക്ഷാ പ്രശ്നങ്ങൾ സംബന്ധിച്ചൊക്കെയുള്ള ഒരു ഇഷ്യൂ നിലനിൽക്കുന്നതുകൊണ്ട് അത് ശരിയായോ എന്നുള്ള തരത്തിലേക്കുള്ള ഒരു വിമർശനം ഏതായാലും ഇരുന്നുണ്ട്. ഇന്നലെ ഈ വാർത്ത ശ്രദ്ധിച്ചിരുന്നു, നമ്മൾ കൊടുത്തിരുന്നൊരു വാർത്തയാണ്. ഒപ്പം തന്നെ ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ED നോട്ടീസാണ് ഇന്നത്തെ മിക്ക പത്രങ്ങളുടെയും പ്രധാനപ്പെട്ട തലക്കെട്ട് എന്ന് പറയുന്നത്. ഫെമ നിയമം ലംഘിച്ചു എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ കിഫ്ബിയിൽ ED നോട്ടീസ്, കേസെടുത്തത് ഭൂമി ഇടപാടിൽ തോമസ് ഐസക്, KM എബ്രഹാം എന്നിവർക്ക് നോട്ടീസ്. ആരും നേരിട്ട് ഹാജരാവേണ്ടതില്ല, പക്ഷേ നോട്ടീസ് അയച്ചിരിക്കുന്നു. ഇത് 1-ാം പേജിൽ മനോരമ നൽകുന്നു. ഇതിൻ്റെ ഒരു മാതൃഭൂമി നൽകിയിരിക്കുന്ന തലക്കെട്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് മസാല ചേർത്ത് ED എന്നുള്ളതാണ്. അത് കുറച്ചുകൂടെ അതിൻ്റെ ഒരു പെർസ്പെക്റ്റീവിന് അല്ലെങ്കിൽ കുറച്ചുകൂടെ അതിൽ എന്താണ് അതിനകത്തൊരു സാഹചര്യം ഉണ്ടോ ഇല്ലേ എന്നൊരു സംശയം തോന്നാവുന്ന തരത്തിലേക്ക് അതിനെ അവതരിപ്പിക്കാൻ ഏതായാലും മാതൃഭൂമിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ഇലക്ഷൻ സമയം വരുമ്പം ED ഇങ്ങനെ വരുന്നു എന്നുള്ളത് ഒരു രാഷ്ട്രീയ വിമർശനമായി ഉയർത്തപ്പെടുന്ന സമയത്ത് കൂടിയാണ് ഈ ഒരു വാർത്ത അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തെ അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതായാലും ഈ വാർത്ത തന്നെ ഉൾപേജിലും ഒക്കെ തന്നെ ഇതേ രീതിയിൽ തന്നെയാണ് മാതൃഭൂമി ഇന്ന് അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നി. കാരണം ഉൾപേജിൽ അവർ പറയുന്നുണ്ട്, ഈ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ വീണ്ടും ED എന്ന ഉൾപേജിലും പറയുന്നുണ്ട്. ഏതായാലും ഇതിൽ നമ്മൾ ഈ ഇലക്ഷൻ സമയം വരുമ്പം സേതു ഈ ഗോഡ് ഫാദർ എന്ന് പറയുന്ന സിനിമയിൽ ഹോസ്റ്റലിൻ്റെ വാതിലിൻ്റെ മുന്നിൽ ജഗദീഷ് ഇങ്ങനെ റെഡിയായി നിൽക്കും. മറ്റേ കനകയും മുകേഷും അകത്ത് കയറി സംസാരിക്കുമ്പം അവിടെ പോണ്ടേന്ന് ആലോചിച്ചിട്ട്, അതുപോലെ ഇലക്ഷൻ സമയത്ത് ED നിൽക്കുന്നു എന്നുള്ള തരത്തിലുള്ള വിമർശനമാണ് ചില നേതാക്കൾ ഉയർത്തുന്നത്. ഏതായാലും ഈ കാര്യത്തിൽ രാഷ്ട്രീയ വിവാദം ഉണ്ടാവും, കാരണം ഇലക്ഷൻ നടക്കുകയാണ്. ആ ആംഗിളിൽ തന്നെ മാതൃഭൂമി ഏതായാലും ഈ വാർത്തയെ പിടിച്ചിട്ടുണ്ട്. ഒപ്പം PF പെൻഷനിൽ കേന്ദ്രം മലക്കം മറിഞ്ഞു എന്നുള്ള തലക്കെട്ടാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. PF അംഗങ്ങൾക്ക് ഉയർന്ന പെൻഷൻ കണക്കാക്കുന്ന പ്രോറേറ്റ ഉപയോഗിക്കുന്ന നിലപാട് തിരുത്തി കേന്ദ്രം. അതായത് സുപ്രീം കോടതിയെ തെറ്റായി കോട്ട് ചെയ്തിരിക്കുന്നു എന്ന് ആ വാർത്തയിൽ പറയുന്നുണ്ട്. ഈ
പ്രോറേറ്റ രീതി പിൻവലിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ള NK പ്രേമേന്ദ്ര ചോദ്യത്തിന് ലോക്സഭയിൽ നൽകിയ മറുപടിയിലാണ് തൊഴിൽ സഹമന്ത്രി ശോഭ കരന്തലജെ സുപ്രീം കോടതി പരിഗണിക്കാത്ത വിഷയത്തെ കൂട്ടുപിടിച്ച് ന്യായീകരിച്ചതെന്ന് അതിനകത്ത് പറയുന്നു. ഇത് ഉയർന്ന പെൻഷൻ കാര്യത്തിൽ ഈ രീതി ശരിയാണോ എന്ന വിഷയം സുപ്രീം കോടതി പരിഗണിച്ചിട്ടേ ഇല്ലെന്ന വസ്തുത മറച്ചുവെച്ചാണ് സർക്കാർ പാർലമെന്റിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന മറുപടി നൽകിയതെന്നും മാതൃഭൂമിയുടെ തലക്കെട്ടിൽ പറയുന്നു. കാരണം ഇത് PF പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യം കോടിക്കണക്കിന് വരുന്ന മനുഷ്യരെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഇതിൽ ഇക്കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പം നിലനിന്നിരുന്നു. അതിൽ തന്നെയാണ് ഇപ്പോൾ ആ വാർത്തയെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് മാതൃഭൂമി ഒന്നാം പേജിൽ മറ്റൊരു ചിത്രം നൽകിയിട്ടുണ്ട്. യുക്രൈനിലെ ഈ യുദ്ധം നടക്കുന്ന റഷ്യയുമായുള്ള ഏറ്റുമുട്ടലിൻ്റെ സമയത്ത് ഒരു പട്ടണത്തിൻ്റെ ഒരു തെരുവിൻ്റെ ദൃശ്യമാണ്. 4 വർഷത്തിലേക്ക് നീങ്ങുന്ന യുദ്ധത്തിന് അന്ത്യം കുറിക്കുന്ന ലക്ഷ്യത്തോടെ ഏതായാലും ഇപ്പോൾ ഒരു സമാധാന കരാർ വരാൻ പോകുന്നു. ആ സമയത്ത് ഈ മഞ്ഞൊക്കെയുള്ള ഒരു ചിത്രം സ്മാരകശിലകൾ എന്ന തലക്കെട്ടിൽ അവർ നൽകിയിരിക്കുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായി, അല്ലെങ്കിൽ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ് എന്ന് നമുക്കറിയാം. എന്തായാലും സമാധാന കരാർ അവിടെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് എന്തായാലും ആശ്വസിക്കാം. ദേശാഭിമാനിയിലേക്ക് വന്നാൽ കിഫ്ബി തന്നെയാണ് വീണ്ടും ED എന്ന് ഇലക്ഷൻ ഇൻഡാസ് എന്നാണ് ദേശാഭിമാനി ഒന്നാം പേജിൽ അവരുടെ തലക്കെട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഉൾപേജിലും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. കാരണം സ്വാഭാവികമായിട്ടും ദേശാഭിമാനി ഇതിനെതിരെ ആഞ്ഞടിക്കുന്ന തരത്തിലേക്ക് എഴുതുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം മുഖ്യമന്ത്രിക്കും മുൻ ധനമന്ത്രിയായ തോമസ് ഐസക്കിനെതിരെയാണല്ലോ. അപ്പോൾ ഏതായാലും കിഫ്ബിക്കെതിരെ വീണ്ടും ED ഇലക്ഷൻ ഇൻഡാസ്. മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയൻ, ധനമന്ത്രി KM എബ്രഹാം തുടങ്ങിയവർക്ക് നോട്ടീസ് എന്ന് അതിനകത്ത് പറയുന്നു. കിഫ്ബി കേരളത്തിൻ്റെ വികസനത്തിന് ചെലവിടുന്നത് 90,562 കോടി രൂപ എന്ന് അതിനകത്ത് പറയുന്നുണ്ട്. ഞാൻ മറ്റൊരു വാർത്ത അതിൻ്റെ ഉൾപേജിൽ കണ്ടത് മഡ്യൂറോ രാജ്യം വിടണമെന്നുള്ള ട്രംപിൻ്റെയാണ്. അതായത് വെനസ്വേലയ്ക്കെതിരായിട്ടുള്ള നീക്കം ശക്തമാക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് സിനിമയിലൊക്കെ പറയുന്ന പോലെ നമ്മുടെ ഈ തിലകനോട് മറ്റേ സിനിമയിൽ പറയുന്ന പോലത്തെ ഒരു വാചകമാണ്. അതായത് മഡ്യൂറോ രാജ്യം വിടണമെന്ന് ട്രംപ് പറയുന്നതിന് വെനിസ്വേല എന്ന് പറയുന്നത് മഡ്യൂറോയ്ക്ക് വലിയ ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടൊരു സ്ഥലമാണ് എന്നുള്ള ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നു. ഏതായാലും നിക്കോളാസ് മഡ്യൂറോ ഈ പ്രസിഡന്റ് പദം രാജിവെച്ച് രാജ്യം വിടണമെന്ന് ട്രംപ് ആവശ്യപ്പെടുകയാണ്. അത് വെനിസ്വേലയിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരാളെ അവിടെ നിന്ന് മാറി നിൽക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെടുന്നതിലൊരു പ്രശ്നമുണ്ട്. അത് കരമന തിലകനോട് വീട്ടിൽ നിന്ന് പോകണമെന്ന് പറയുന്നത് പോലത്തെ ഒരു അവസ്ഥയാണ്. ഏതായാലും ഇതാണ് ഇന്ന് ദേശാഭിമാനി വളരെ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത്. സുപ്രഭാതം CBI അതായത് ഡിജിറ്റൽ അറസ്റ്റുമായി ബന്ധപ്പെട്ട വാർത്ത ഇന്ന് എല്ലാ പത്രങ്ങളും വലിയ പ്രാധാന്യത്തിൽ നൽകിയ ദിവസമാണ്. കാരണം ഡിജിറ്റൽ അറസ്റ്റ് കുംഭകോണത്തിൽ CBI അന്വേഷണം, കേസുകൾ കൈമാറാൻ സംസ്ഥാനങ്ങൾക്ക് സുപ്രീം കോടതി നിർദ്ദേശം. കാരണം ഡിജിറ്റൽ അറസ്റ്റ് ഒരു വലിയ വിഷയമായി മാറിയിരിക്കുന്നു. അത് സുപ്രഭാതം ഒരു അർഹിക്കുന്ന പ്രാധാന്യത്തോടുകൂടെ നൽകി എന്നുള്ളതും കൂടെ പറയണം. ഒപ്പം രാഹുൽ ഈശ്വറിൻ്റെ റിമാൻഡ് അധിക്ഷേപത്തിന് അഴി എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രഭാതം ഒരു പ്രാധാന്യത്തോടുകൂടെ നൽകിയിട്ടുണ്ട്. മറ്റ് പത്രങ്ങളിലേക്ക് വന്നാൽ മാതൃഭൂമി അതായത് BCCIയിൽ ഒരു വിഷയം ചർച്ചയ്ക്ക് വന്നിരിക്കുന്നു. കാരണം നമ്മളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രദ്ധിച്ച ഒരു കാര്യം കൂടിയാണ്. അതായത് ഗൗതം ഗംഭീറും വിരാട് കോഹ്ലിയും തമ്മിലുള്ള പ്രശ്നം ഒരു വലിയ തർക്കം നിലനിൽക്കുന്ന, അവർ തമ്മിൽ വലിയ സ്വരച്ചേർച്ചയിലല്ല. ഈ കാര്യത്തിൽ ടീമിലെ തർക്കം ഇടപെടാൻ വേണ്ടി BCCI ഇടപെടും, ഈ തർക്കത്തിൽ ഇടപെടും എന്നുള്ള വാർത്ത ഇത് മറ്റു പത്രങ്ങളും കൊടുത്തിട്ടുണ്ട്. ഒപ്പം ഈ ഫോർമുല 1 ലോക ചാമ്പ്യനെ തീരുമാനിക്കാനുള്ള പോരാട്ടം സൂപ്പർ ക്ലൈമാക്സിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് സ്പോർട്സ് പേജിൽ ഫൈനൽ ലാപ്പ് എന്ന തലക്കെട്ടിൽ വാർത്ത കൊടുത്തിരിക്കുന്നു. അത് മറ്റു പത്രങ്ങളും മാധ്യമം അടക്കം മലയാള മനോരമ അടക്കം ആ വാർത്തയ്ക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഈ ഞാൻ പറഞ്ഞ BCCIയുടെ വിഷയത്തിൽ മാധ്യമവും തലക്കെട്ടിൽ അവരുടെ സ്പോർട്സ് പേജിൽ കൊടുത്തിട്ടുണ്ട്. കാരണം പിടിവിട്ടുവെന്നാണ്. ഗംഭീറിനോട് മിണ്ടാതെ കോഹ്ലിയും രോഹിത്തും എന്ന് മാധ്യമത്തിൻ്റെ സ്പോർട്സ് പേജിൽ നൽകിയിരിക്കുന്നു. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വാർത്ത ഞാൻ സ്പോർട്സ് പേജിൽ കണ്ടത് അത് സുപ്രഭാതത്തിൻ്റെ 10ാം പേജിലാണ്. അത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ആഴ്സണൽ ചെൽസി ക്ലാസിക് പോരാട്ടം സമനിലയിൽ അവസാനിച്ചു. ക്ലാസിക് ഡ്രോ എന്ന് പറഞ്ഞുകൊണ്ട് ആ വാർത്ത വളരെ പ്രാധാന്യത്തോടു കൂടെ നൽകിയിരിക്കുന്നു. കാരണം ലാലിഗ അടക്കം ഈ ക്ലബ്ബ് ഫുട്ബോൾ ലീഗെല്ലാം നടക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ അതിന് ഒരു അർഹിക്കുന്ന പ്രാധാന്യം ഏതായാലും പത്രങ്ങളെല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. മലയാള മനോരമയും സ്പോർട്സ് പേജിൽ ഈ ഫോർമുല എന്നുള്ള രീതിയിൽ നൽകിയിരിക്കുന്നു. അതിനകത്ത് ഞാൻ ഒരു രസകരമായ വാർത്ത കണ്ടത് നമ്മുടെ ഉണ്ണിമേനോൻ 70 വയസ്സ് എന്ന് പറഞ്ഞുകൊണ്ട് മനോരമ ഒരു വാർത്ത നൽകിയിരിക്കുന്നു. ഒപ്പം ഈ സമന്തയ്ക്ക് വിവാഹം എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു വാർത്തയുണ്ട്.
കൗമുദിയുടെ ഒന്നാം പേജിൽ മസാല ബോണ്ട് ഒപ്പം ഇലോൺ മസ്കിൻ്റെ പങ്കാളി ഇന്ത്യൻ വംശജ എന്ന് പറയുന്നൊരു വാർത്തയ്ക്ക് കൗമുദി ഒരു പ്രാധാന്യം നൽകിയിരിക്കുന്നു. മകന് ശേഖർ എന്ന് ചേർത്ത് വിളിക്കാറുണ്ട് എന്ന് പറയുന്നുണ്ട്. ജന്മഭൂമിയിലേക്ക് വന്നാൽ ഇത് തന്നെയാണ് ഈ ED ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടിൻ്റെ വാർത്തയുണ്ട്. ഒപ്പം അതിൽ പ്രധാനപ്പെട്ട ഒരു വാർത്ത, രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷപ്പെട്ടത് നടിയുടെ കാറിൽ നിന്ന് സംശയമെന്ന് ജന്മഭൂമി പറയുന്നു. ഒപ്പം പാർലമെൻറ്റ് സമ്മേളനം ആരംഭിച്ച ദിവസത്തെ നരേന്ദ്രമോദിയുടെ ചിത്രം സഹിതം നൽകിക്കൊണ്ടാണ് ജന്മഭൂമിയുടെ ഒന്നാം പേജ്. ഹിന്ദു ഒന്നാം പേജിൽ മറ്റൊരു ചിത്രം നൽകിയിരിക്കുന്നു. അത് ഈ തമിഴ്നാട്ടിലെ, അതായത് ശ്രീലങ്കയിലടക്കം ആഞ്ഞ് വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റിൻ്റെ വാർത്തയാണ്. ഇന്ന് രാഹുലിനെ കിട്ടിയില്ല, ഈശ്വർ അറസ്റ്റ് ജയിലിൽ എന്ന് പറഞ്ഞുകൊണ്ട് മെട്രോ വാർത്ത ഒന്നാം പേജിൽ ഈ രാഹുൽ ഈശ്വറിൻ്റെ അറസ്റ്റും ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിലിനെ തെരഞ്ഞു പോകുന്ന വാർത്തയും പ്രധാനമായിട്ട് അല്ലെങ്കിൽ പ്രാധാന്യത്തോടുകൂടെ നൽകിയിരിക്കുന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത. മറ്റൊന്ന്, മാധ്യമം അടക്കം അല്ലെങ്കിൽ മനോരമയും മാതൃഭൂമി അടക്കം പാർലമെൻറ്റിലെ ബഹളവും വാർത്ത പ്രധാനപ്പെട്ട രീതിയിൽ തന്നെ നൽകിയിട്ടുണ്ട്. കാരണം വളരെ പ്രകോപനപരമായി പ്രധാനമന്ത്രി ആമുഖ പ്രസംഗം നടത്തിയെന്നാണ് മാധ്യമത്തിൻ്റെ വാർത്തയിൽ പറയുന്നത്. അത് മറ്റ് പ്രതിപക്ഷ പാർട്ടികളെ അടക്കം പ്രകോപിപ്പിച്ചു. അവർ അതിന് മറുപടി പറയുന്ന ഒരു സാഹചര്യമുണ്ടായി എന്ന് മാധ്യമം ആ വാർത്തയിൽ പ്രകോപിപ്പിച്ച പ്രധാനമന്ത്രി തിരിച്ചടിച്ച് പ്രതിപക്ഷമെന്നും ധൻഖഡിൻ്റെ രാജി പരാമർശിച്ച് മല്ലികാർജ്ജുൻ ഖർഗെ എന്നുള്ള ഒരു വാർത്തയും കൂടെ നൽകിയിരിക്കുന്നു. സിറാജിൽ ഇതും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. 2 വാർത്തകളാണ് ക്ലബ് ചെയ്തിരിക്കുന്നത്. ഒന്ന്, സിറാജിൻ്റെ 12-ാം പേജിൽ ബംഗാളിൽ BLOമാരുടെ പ്രതിഷേധം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, കാരണം അത് വലിയ ഇഷ്യൂ ആയി മാറിയിരിക്കുന്നു. ബംഗാളിൽ ഒരുപാട് പേരുടെ ജീവനെടുക്കുന്ന വാർത്തകൾ വന്നു. ഒപ്പം UPയിൽ 20 ദിവസമായി ഉറങ്ങാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജീവനൊടുക്കുന്നതിന് മുൻപ് അവിടുത്തെ ഒരു BLO, മുറാദാബാദിലെ BLO പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ പുറത്തുവിട്ടതിൻ്റെ വാർത്തയും കൂടെ, ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്തുകൊണ്ടാണ് അവർ ആ വാർത്ത നൽകിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ കോടതിയിൽ SIRൽ ഞാൻ ആദ്യം പറഞ്ഞ വാർത്ത, SIRൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രേരിതമാണെന്ന് സുപ്രീം കോടതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുമ്പോൾ അങ്ങനെയല്ല എന്ന് സംസ്ഥാനങ്ങളിലെ അനുഭവം അല്ലെങ്കിൽ മനുഷ്യരുടെ വാർത്തകൾ, അവർക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, BLOമാരുടെ അവസ്ഥ പുറത്തു വരുന്നത് മറ്റൊരു തരത്തിലാണ് എന്നും കൂടെ പറയേണ്ടി വരും. ഏതായാലും നമുക്ക് തൽക്കാലം ഇന്നത്തെ ദിവസം അവസാനിപ്പിക്കാൻ തോന്നുന്നു. സേതു.